നമസ്കാരം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏട്ടുമുഖം കുരിശുമലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ കുരിശുമലയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുരിശുമലയുടെ മുകളിലേക്ക് കയറാൻ പോകുന്ന വഴിയാണിത്. അപ്പോൾ ഒരു തുടക്കം തന്നെ കുറച്ച് പാറ, പിന്നെ ഒരു ചെറിയ ചവിട്ടിച്ചാല് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ കുരിശിൻ്റെ ഓരോ വഴികളുടെ ഓരോ എംബ്ലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് കയറി പോവാം. പിന്നെ നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എത്തുന്നതിനേക്കാളും തൊട്ട് മുമ്പാണ് നമ്മുടെ ഈ കുരിശുമലയിലേക്ക് പോണ വഴി. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പ്രകൃതി ഗ്രാമം, തുമ്പുറുമുഴി, അതിരപ്പള്ളിയൊക്കെ പോകുന്ന ടൂറിസ്റ്റർക്ക് പെട്ടെന്ന് വന്ന് കയറി പോകാറുണ്ട്. ഏകദേശം ഒരു 5 മണിയൊക്കെ ടൈമിൽ വന്ന് കയറണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ അധികം ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ സൂര്യാസ്തമയം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സൂര്യാസ്തമയം കാണാനും കൂടിയാണ് നമ്മളിന്ന് ഇതിൻ്റെ മുകളിൽ കയറി പോണത്. അപ്പോൾ നമ്മളൊരു 3 മണി 3:30 സമയത്തോടെ കയറി പോണേ. ഇതിപ്പോൾ ഒരു കനാൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. തുമ്പുറുമുഴി എന്ന് പറഞ്ഞാൽ ഇടതുകാല കനാലാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് അങ്കമാലി ഭാഗത്തേക്ക് പോകണതാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പാലം കടന്നിട്ട് വേണം നമുക്ക് കുരിശുമലയിലേക്ക് കയറണത്. വഴി കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വലിയ കുന്നൊന്നും പറയാനില്ല. ചെറിയൊരു കല്ല് പോലത്തെ ഒരു വഴിയാണ്. വലിയ ഉരുണ്ട കല്ലുകളൊന്നും ചാടി കയറി പോകേണ്ട അങ്ങനത്തെ അവസ്ഥകളൊന്നുമില്ല. നമുക്ക് ആർക്കാനും സാധാരണയായിട്ട് പതുക്കെ കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇത്ര പ്രസിദ്ധമായിട്ട് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങിയത്. ഇത്ര നാളൊന്നും അധികം ആൾക്കാർ വരാറില്ല. കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം കണ്ടാൽ ടൂറിസ്റ്റുകളൊക്കെ ഇടയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമുണ്ട് കേട്ടോ. എൻ്റെ സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയാലും വെയിലായ കാരണം വലിയ കുഴപ്പമില്ല കയറി പോകാനായിട്ട്. നല്ല വെയിലുള്ള സമയത്ത് ആണെങ്കിൽ ഭയങ്കര പാടായിക്കുള്ളൂ കയറി പോകാനായിട്ട്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ 3 മാത്രമേ ഉള്ളൂ. താഴെയൊക്കെ ഒടുക്കത്തെ പാർക്കിങ്ങിലൊക്കെ ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ഇതേമാതിരി കയറി വരുന്നതുകൊണ്ട് നമുക്ക് പുഴയിലെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ അതിരപ്പള്ളി പുഴയിലെ വ്യൂ ആണ്. പിന്നെ മുകളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്തായാലും നിൽക്കണില്ല, നമ്മളെന്തായാലും കയറിക്കൊണ്ടിരിക്കണേ.
അപ്പം നമ്മൾ ഏഴരമ്പം കുരിശുമലയുടെ മുകളിൽ എത്തിയിട്ട് ഇനി കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ കുരിശുമലയുടെ മുകളിലേക്ക് നമുക്ക് എത്താം. ടവറിൻ്റെ അവിടെ ചെറിയൊരു കുരിശിൻ്റെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു അതുകൊണ്ട് അതൊക്കെ കയറിപ്പോൾ അതിന് നോക്കിയേ നമ്മുടെ തൊട്ട് ബാക്കിലൊരു അടിപൊളി വ്യൂ ഉണ്ട്. കുരിശുമലയുടെ പള്ളി മുകളിലുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലാണ് വ്യൂ ഉണ്ടോ, നമ്മുടെ വിരിപ്പാറാണത്. നമ്മൾ അതിരപ്പള്ളി പോണ വഴി കൊന്നക്കുഴി അടുത്ത് വിരിപ്പാറ എന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ശരിക്കും പറയാൻ പറ്റുള്ള വെച്ചാൽ വന്ന് അടച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നോക്കിയാൽ ആ വ്യൂ ആണ് കാണുന്നത്, അവിടെ അതിരപ്പള്ളി പോയാണ് കാണുന്നത്. വിരിപ്പാറയുള്ള റിസോർട്ടും കാര്യങ്ങളാണ് കാണുന്നത്. നമുക്കിവിടെ ഒന്ന് നിന്ന് നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. നമ്മുടെ പുഴ നിൽക്കുന്നതും പിന്നെ തൊട്ട് അപ്പുറത്തായിട്ട് നല്ല മലകൾ. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ തുമ്പൂർമൊഴി തൂക്കുപാലം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോകണത് കാണണമെങ്കിൽ കുരിശുമല മുകളിലെത്തിയിട്ടുണ്ട്. അതാണ് കുരിശുമല നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാട്ടിത്തരാം. ഇതാണ് ഏഴാട്ടുമുഖം കുരിശുമലയിലെ സെൻറ്റ് തോമസ് ചർച്ച്. അപ്പോൾ നമ്മൾ കുന്ന് കയറി വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചർച്ചിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഭണ്ഡാരമുണ്ട്. പിന്നെ ചർച്ചിൻ്റെ ഉള്ളിലായിട്ട് ഒരു രൂപക്കൂടുണ്ട്, അതിൽ സെൻറ്റ് തോമസിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തികച്ചും ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ സൂര്യ അസ്തമിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. നമുക്കിവിടെ നമ്മളിപ്പോൾ ഒരുപാട് കുന്നിൽ നിൽക്കണേ, പക്ഷെ അവിടെ ഒരു ചെറിയൊരു പാറയുടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു അതിശയമായിട്ട് തോന്നുള്ളൂ. ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയൊരു പാറക്കുഴി, അതിൽ ഇത്രയും ചൂടുള്ള സമയത്ത് വെള്ളം വറ്റാണ്ട് കിടക്കണ്. പക്ഷെ ഇത് നമ്മളിവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാരണം ആ വെള്ളം കലങ്ങി ഇങ്ങനെ കിടക്കണത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വരണവർക്കൊരു അത്ഭുതം പോലെ നമുക്ക് തോന്നും. ഈ പാറക്കുഴിയും ഇവിടുത്തെ വെള്ളം ചുറ്റുപാടും പിന്നെ ഒരു പള്ളിയും ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അത്ഭുതമായിട്ട് തോന്നുള്ളൂ.
കാഴ്ചകളുടെ വിശേഷങ്ങളോട് തിരികെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒരു അടിപൊളി കാഴ്ച വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.